ഹലോ. അപ്പോൾ ഇന്ന് 2 ടീസർ ഇറങ്ങിയിട്ടുണ്ട്. ഏർലി മോർണിംഗ് ഇറങ്ങിയതാണ്. 2 ടീസർ. നാളെയാണ് 2 പടത്തിൻ്റെയും റിലീസ് ഉള്ളത്. മെയ് 23 ആണ്. നാളെ ഒരുപാട് ക്ലാഷ് റിലീസുകളുള്ള ഡേ ആണ്. വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഉജ്ജ്വലൻ ഇറങ്ങുന്നുണ്ട്, നരിവേട്ട ഇറങ്ങുന്നുണ്ട്, ആസാദി, പിന്നെ യുകെകോ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന് പറയുന്ന UK. അപ്പോൾ നമുക്ക് ഇന്ന് 2 ടീസർ ഇറങ്ങിയിരിക്കുന്ന ആസാദിയുടെയും UK അതിൻ്റെ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള, കുറച്ച് ടഫ് പേരാണ്. അതിൻ്റെ ഒരു റിലീസിനോടനുബന്ധിച്ചുള്ള ടീസറാണ് 2ൻ്റെ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് UK അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഈ രഞ്ജിത്ത് സജീവിൻ്റെയാണ്. രഞ്ജിത്ത് സജീവ് നമ്മളെ ഗോളം ഒക്കെ ചെയ്തിട്ടുള്ള ഗോളം, പിന്നെ കൽബ്, അതിൻ്റെയൊക്കെ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചിട്ടില്ലേ പുള്ളിയാണ് രഞ്ജിത്ത് സജീവ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ടീസർ എന്താണ് റിലീസിനോടെന്ന് വെച്ചാൽ അവരൊക്കെ ടീസറാണ്. ഓൾറെഡി ട്രെയിലറൊക്കെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ചർച്ച്, മറിയ, ജോണി ആന്റണി, കണ്ടുവന്നില്ല. സംഗീത, ഫീൽ ഗുഡ് മൂഡ് നമുക്ക് തരുന്നുണ്ട് പടം. ടീസർ തരുന്നുണ്ട്. രഞ്ജിത്ത് സജീവ് നായിക. ജോണി ആന്റണി ഒരു അത്യാവശ്യം ഒരു നല്ലൊരു റോൾ ചെയ്യുന്നുണ്ട്. മൊത്തൊരു പെയർ വെച്ചിട്ടുള്ള ഒരു കളിയാണ് ഇവര്. നീ ഹാപ്പി ആണോടാ? അതല്ലടാ, നമ്മുടെ ലൈഫിനെ പറ്റി. അതോ വഴിയൊക്കെ താഴെ തെളിഞ്ഞോളൂ കേട്ടാ. പുത്രൻ ഉണ്ടല്ലോ, പുത്രൻ. അപ്പൊ ഇതാണ് സംഭവം ഒരു ഫീൽ ഗുഡാണ് ഈ ടീസർ സൂചിപ്പിക്കുന്നത്. പക്ഷെ ഇതിന് മുന്നേ ഇറങ്ങിയ ട്രെയിലറിലൊക്കെ അത്യാവശ്യം കുറച്ച് ഒരു പബ്ലിക് കണ്ടന്റ്, സീരിയസ് കണ്ടന്റ്സ് എടുത്തിട്ട് ചെയ്യുന്ന പോലെ തോന്നി. അപ്പം ഇത് ജസ്റ്റ് ഒരു ഫീൽ ഗുഡായിട്ട് ഇറക്കിയൊരു ടീസറായിട്ട് തോന്നി. കുറച്ച് പേഴ്സൊക്കെ വെച്ചിട്ട് നമ്മളുടെ രഞ്ജിത്തും നായികയും, പിന്നെ ജോണി ആന്റണിയും സംഗീതയും, ഇന്ദ്രൻസും മഞ്ജുപിള്ള, പിന്നെ വേറൊരു 2 പേരുണ്ട്. അപ്പോൾ ഇതൊരു ഫീൽ ഗുഡായിട്ട് അവർ ഇറക്കിയിരിക്കുന്നതാണ്. റിലീസിനോടനുബന്ധിച്ച് ഒരു ഫാമിലി ഓഡിയൻസിന് വേണ്ടിയിട്ട് ഇറക്കിയിരിക്കുന്നതാണ്. അപ്പോൾ പടം ഒരു എന്താ പറയുക, ഒരു നോർമൽ പടമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇനി റിലീസായിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ നല്ല അഭിപ്രായങ്ങൾ കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ ഓടാൻ ചാൻസ് ഉണ്ട്. പുള്ളിയുടെ തന്നെ മറ്റേ 2 പടങ്ങളുണ്ടല്ലോ, ഗോളം അത്യാവശ്യം നല്ലൊരു പടമായിരുന്നു കേട്ടോ. ഗോളം എന്താ പറയുക, തിയേറ്ററിൽ വേണ്ട ഒരു അണ്ടർ റേറ്റഡ് ആയിപ്പോയൊരു പടമാണ് ഗോളം. അത്യാവശ്യം ഒരു ചെറിയൊരു മിനിമം ബഡ്ജറ്റിൽ നല്ല രീതിയിൽ അവർ എടുത്തിട്ടുണ്ടായിരുന്നു ഗോളം. പിന്നെ പിന്നുള്ളത് കൽബിൽ പടം കൊള്ളാം. പക്ഷെ കുറച്ചും കൂടി എന്തോ പെർഫോമൻസ് വൈസ് ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഡൗൺ ആയ പോലെ തോന്നി. ഇപ്പം അത്രയ്ക്കാണ്ടായില്ല. പലരും പല നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ എനിക്കങ്ങോട്ട് ഒരു കണക്റ്റ് ആയില്ല കൽബ്. ഇത് നമുക്ക് എങ്ങനെയിട്ട് നോക്കാം. ഓക്കെ നമുക്ക് ഇതിലേക്ക് പോവാം. ആസാദി ഇറങ്ങിയിട്ടുണ്ട്, ശ്രീനാഥ് ബാസിയുടെ ആസാദി നമ്മളെ ശ്രീനാഥ് ബച്ചാൻ്റെ ടീസറാണ്. റിലീസിനോടനുബന്ധിച്ച ഒരു ടീസർ ഇറക്കിയിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യണേ. ഇപ്പോൾ ശ്രീനാഥ് ബച്ചാൻ
ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രിസൺ ബ്രേക്ക് മൂവിയാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാണി വിശ്വനാഥ് നല്ലൊരു ഒരു ലീഡ് റോളിൽ വരുന്നത് നെഗറ്റീവ് ഷെയ്ഡാണെന്ന് തോന്നുന്നു. വാണി വിശ്വനാഥ്, ലാല്, ആസാദി, ജോർജ്. ഓക്കെ, ആസാദി. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ടീസർ, ഒരു ട്രെയിലറൊക്കെ നേരത്തെ ഇറക്കിയിട്ടുണ്ടായി. അതിൽ നമുക്ക് ഒരു സർവൈവൽ ത്രില്ലർ, ആക്ഷൻ ത്രില്ലർ പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു സിസ്റ്റത്തിനെതിരെ നടത്തുന്നൊരു സർവൈവർ ത്രില്ലർ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഈ ടീച്ചറും അങ്ങനെ ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞ ഒരു പ്രിസൺ ബ്രേക്ക് പരിപാടിയാണെന്നാണ് പറഞ്ഞിരുന്നു. ഭയങ്കര ത്രില്ഡാണ്, പ്രിസൺ ബ്രേക്ക് നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ 2 മൂവീസിൻ്റെ ടീസറാണ് നമ്മൾ റിയാക്ട് ചെയ്തത്. ഇപ്പോൾ രണ്ടും ഒരു മിനിമം ക്വാളിറ്റി നമുക്ക് കീപ്പ് ചെയ്യുന്ന 2 പടങ്ങളാണ്. ഇനി നാളത്തെ നരിവേട്ടയും ഉജ്ജ്വലൻ്റെയും പെർഫോമൻസ് അനുസരിച്ചിരിക്കും ഈ 2 പടങ്ങളുടെയും ഒരു വെർഡിക്റ്റ്. അപ്പോൾ ഇപ്പം എല്ലാ പടങ്ങളെയും നമ്മൾ വിജയിപ്പിക്കണം. നല്ലത് ഏതാണോ അതിലേക്ക് നമ്മൾ എന്തായാലും കാണണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.